Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് കൈജു നമ്പർ 8 എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1ലെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടെ പേരൊന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഒരേപോലത്തെ എത്ര പേരുണ്ടെന്ന്. അപ്പോട്ട് സമയങ്ങളാണ് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ മിലിറ്ററി ഓഫീസേഴ്സ് സിറ്റിയിലെ ആളുകളെല്ലാം തന്നെ അവിടെ നിന്നും മാറ്റുവാണ്. ഇതേ സമയം ഇതെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കമാൻഡർ മീന. JSDF തയ്യാറാണോ? അവരെപ്പോഴേ തയ്യാറാണ് മാഡം. ശരി, ആ ഹാൻജു ഇപ്പൊ എവിടെയുണ്ട്? അത് സിറ്റിയുടെ സെന്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരുപാട് യൂജേഴ്സും വരുന്നുണ്ട് മാഡം. എന്തെവിടെ നടക്കുന്നേ? ഇത് ഒരുപാടെണ്ണം ഉണ്ടല്ലോ. അതെ, അത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതെത്തും എന്ന് പറയാണ് വൈസ് ക്യാപ്റ്റൻ. വന്നുകൊണ്ടിരിക്കുന്ന ഹാൻജുവിനെ ഞാൻ നോക്കിക്കോളാം. സെക്ടർ ഹെക്കോയാണ് സ്നൈപ്പർ പോയിന്റ്. അത് ഹൈവേ 16 വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഷൂട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഓപ്പറേഷന് സഹമിയാറ ന്യൂട്രലൈസേഷൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാണ് ക്യാപ്റ്റൻ മീന. പിന്നീട് നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട എല്ലാ ഡിഫൻസ് ഫോഴ്സ് ഓഫീസേഴ്സും ആ കൈജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി സിറ്റിയിലോട്ട് പുറപ്പെടുന്നതാണ്. ഇതേ സമയം കീഗറു, കൈജു നമ്പർ 8, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ആ വിശ്വാസം ഇല്ലാതാക്കരുത് കാഫ്ക ഹിബിനോ എന്ന് കാഫ്കയെ നോക്കി ചിന്തിക്കുകയാണ് കീഗറു. പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാ ഓഫീസേഴ്സും ആ കൈജുവിനെ ടാർഗറ്റ് ചെയ്ത് അവരുടെ മിഷൻസും വെപ്പൺസും തയ്യാറാക്കുന്നതാണ്. ഇതാണോ ആ കൈജുവിനെ ഇല്ലാതാക്കാനുള്ള സ്ഥലം? ഈ മിഷനില് ആ ഹാൻജുവിനെയാണോ കൊല്ലേണ്ടേ എന്ന് പറഞ്ഞ ആ കൈജുവിനെ നോക്കി നിൽക്കുവാണ് കാഫ്ക. ശരി, എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഹാൻജുവിനെ ഇല്ലാതാക്കുന്നത് ക്യാപ്റ്റൻ യൂണിറ്റ് നോക്കിക്കോളും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന ഓരോ സ്ഥലത്തും യൂജോവിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ക്രിയേറ്റ് ആവുന്ന ഒരു യോജോ പോലും ഈ സിറ്റി വിട്ട് പുറത്തു പോകാൻ പാടില്ല. ട്രെയിനിങ്ങിൽ നിങ്ങൾ ഒരുപാട് നല്ല സ്കോറുകൾ എടുത്തിട്ടുണ്ടാവാം, പക്ഷെ അതൊന്നും നിങ്ങളെ രക്ഷിക്കില്ല. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ ഇവിടെ വേണം കാണിക്കാൻ എന്ന് വിളിച്ച് പറയാണ് വൈസ് ക്യാപ്റ്റൻ. ശരി, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം എന്ന് ഫുറുഹാഷിയും പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഒരു ഫൈറ്റിന് എന്നെ തയ്യാറാവാണ്. സീനിയർ, നിങ്ങൾക്കുള്ള സമയം വന്നു കഴിഞ്ഞു. നിങ്ങൾ ആരാണെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് ഒരു ഓഫീസർ ആവാൻ പറ്റില്ല. 3 മാസത്തിനുള്ളിൽ നിന്നെ ഇവിടെ നിന്നും പുറത്താക്കും എന്ന് വൈസ് ക്യാപ്റ്റൻ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ഇത് സാധിക്കും, പക്ഷെ എന്താണെന്ന് അറിയില്ല. അതിനെ ഇല്ലാതാക്കാൻ എന്റെ കൈയെല്ലാം കൊതിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയാണ് കാഫ്ക. എനിക്കറിയാം, അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യവും എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് റീനോ. ശരി, നമ്മുടെ ഫസ്റ്റ് മിഷനിൽ ജയിക്കാൻ നിങ്ങൾ തയ്യാറാണോ സീനിയർ? അതെ, ഐ ആം റെഡി. ഇതേ സമയമാണ് അവരുടെ റേഡിയസിനകത്തോട്ട് ഒരുപാടധികം യൂജോ വരുന്നത്. ഇത് കേട്ട് കാഫ്ക, നീ തയ്യാറാണോ കീഗറു? ഓ, അത് നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നേ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഓടുവാണ് കീഗറു. ജീവനോടെ തിരിച്ചു വരണോ എന്ന് പറഞ്ഞ കാഫ്കയും അവളുടെ പുറകെ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്നൈപ്പർ പോയിന്റിന്റെ അടുത്തോട്ട് വരുന്ന ക്യാപ്റ്റൻ മീനേനെയാണ്. അവിടെയുള്ള എല്ലാവരും ആ ഹാൻജുവിനെ സെക്ടർ ബ്രാവോലോട്ട് വരുത്തി ഒരുമിച്ച് ഫയർ ചെയ്യണം. ഓക്കെ, മനസ്സിലായി. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക്. JSDF കമാൻഡ് പോസ്റ്റ് ഫയർ. സോ അവിടെ ഉണ്ടായിരുന്ന കമാൻഡേഴ്സ് എല്ലാവരും മിസൈൽ ലോഞ്ചറിൽ നിന്നും ഹെലികോപ്റ്ററിൽ നിന്നും അതിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത്രയൊക്കെ വെടികൊണ്ടിട്ടും അതിന് വലിയ കുലുക്കൊന്നും കാണാനില്ല. ഓ, ആദ്യത്തെ മിഷൻ തന്നെ നിങ്ങൾക്കൊരു ചലഞ്ചായി മാറുമെന്ന് തോന്നുന്നു. സോ ജൂനിയേഴ്സിന്റെ പവർ എന്താണെന്ന് നിങ്ങളുടെ സീനിയേഴ്സിന് കാണിച്ചു കൊടുക്കുക. എന്ന് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കാഫ്കയ്ക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. ഓ, ഇതിന് കാരണം ഈ സ്യൂട്ടാണെന്ന് തോന്നുന്നു. എന്റെ മുഴുവൻ കോമ്പാറ്റ് പവറിനെയും ഞാൻ പുറത്തു കൊണ്ടുവരണം. ഇതേ സമയമാണ് അവന്റെ അടുത്തോട് ഒരു കൈജോ ഓടി വരുന്നത്. കാഫ്ക ഇപ്പൊ അവനെ കൊല്ലൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അത് കാഫ്കയെ തട്ടി അങ്ങ് തെറിപ്പിക്കുന്നത്. ഹേയ്, വെറുതെ ആവേശം കാണിക്കല്ലേ. 1% കോമ്പാറ്റ് പവർ മാത്രമേ ഉള്ളൂ. മര്യാദക്ക് പിന്നിൽ പോയി നിൽക്ക് എന്ന് പറയാണ് കീഗറു. ഓ, ഇത്രയൊക്കെ പ്രശ്നം ഇവിടെ നടക്കുമ്പോ പുതുതായിട്ട് വന്നവരെയും സംരക്ഷിക്കണം എന്ന് പറയാണ് ഇവരുടെ സീനിയേഴ്സ്. എന്ന് ഇത് കീഗറുവിന് അങ്ങ് പിടിക്കുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റാത്ത ആ കൈജുവിനെ ഒറ്റ ഷൂട്ടിൽ കൊന്നുകളയുവാണ് ഷിനോമിയ. എല്ലാവരും സേഫ് ആയിട്ട് നിൽക്ക്. ഇതിന്റെ വീക്ക്നെസ് അറിയാത്തത് കൊണ്ട് തന്നെ തലയ്ക്ക് വെടിവെക്കാം എന്ന് പറഞ്ഞ ഷിനോമിയ എല്ലാത്തിന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്യുന്നു. എന്ന് ഇതൊക്കെ കണ്ട് അവരുടെ സീനിയേഴ്സിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു ചെറിയ പെണ്ണിന്റെ കയ്യിൽ നിന്നും ഇത്രയും പവറോ? ഹേ കീഗറു, നീ പൊളിയാ എന്ന് പറയാണ് കാഫ്ക. പിന്നീട് നമ്മൾ കാണുന്നത് റീനോയെയും ഫുറുഹാഷിനെയാണ്. തന്റെ സീനിയേഴ്സിന്റെ കൂടെ ചേർന്ന് ഫുറുഹാഷി ആ കൈജുവിനെ വെടിവെച്ച് താഴെയിടുന്നു. പെട്ടെന്നാണ് റീനോയുടെ പുറകിലൂടെ ഒരു കൈജു വരുന്നത്. ഹേ റീനോ, പുറകിലോട്ട് നോക്ക്. എന്ത്, നീ ഒറ്റയ്ക്ക് അതിനെ കൊന്നോ എന്ന് ഫുറുഹാഷി അവനോട് ചോദിക്കുന്നു. അതെ, എന്റെ സ്റ്റൈലിനനുസരിച്ച് ഈ ഗണ്ണിന്റെ പവർ ഞാൻ മാറ്റി. ഇത് വെച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വേഗത നമുക്ക് കുറക്കാൻ സാധിക്കും. ഇത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൈജുവിനെ കൊല്ലുന്നതിൽ ഞാനൊരു മാസ്റ്റർ ആയിട്ട് മാറും എന്ന് പറയാണ് റീനോ. പിന്നീട് അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഇല്ല പറ്റില്ല, ഞാൻ ഇനിയും സ്ട്രോങ് ആയേ പറ്റൂ. എന്നാൽ മാത്രമേ സീനിയറിന് കൈജു ആവാതിരിക്കാൻ പറ്റൂ. പിന്നീട് നമ്മൾ കാണുന്നത് ഇസുമോനെയും കാഗുറാഗിയാണ്. അവരുടെ മുമ്പിലോട്ട് വരുന്ന കൈജുസിനെയും വളരെയധികം സിമ്പിൾ ആയിട്ട് തന്നെ അവരടിച്ച് താഴെ ഇടുന്നു. ഇതൊക്കെ കണ്ട് അവരുടെ സീനിയേഴ്സ്, ഓ, ഈ വർഷം വന്നവർ ഒന്ന് ചുമ്മാ ഇരിക്കുന്ന പോലും ഇല്ലല്ലോ, എല്ലാത്തിനെയും കൊന്നു കളയുന്നു
ഈ യൂണിറ്റിന്റെ ലീഡറെ നിങ്ങളാണ്. എന്നാൽ നിങ്ങളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അവരുടെ ഇഷ്ടത്തിന് ചെയ്തോണ്ടിരിക്കുക. അതെ, പുതുതായിട്ട് വന്നവർ സൂപ്പറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുത്തൻ വളരെയധികം സ്ട്രോങ് ആണ്, മറ്റൊരുത്തൻ വളരെയധികം ഇന്റലിജന്റും. അങ്ങനെ ഓരോ യൂണിറ്റും അവരുടെ ഭാഗത്തുള്ള കൈജൂസിനെല്ലാം തന്നെ ക്ലിയർ ചെയ്യുന്നു. ഇക്കറുക യൂണിറ്റിൽ റെനോയും ഫുറുഹാഷിയും വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇത് കേട്ട് കാഫ്കയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. പക്ഷെ തന്റെ കൂടെയുള്ളവരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നത് കണ്ട് തന്നെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനിവിടെ ഒരു അധികം പറ്റാണോ എന്ന് ചിന്തിക്കുകയാണ് കാഫ്ക. ഹേയ് സൂക്ഷിക്ക്, അതിന്റെ വീക്ക്നെസിനെ പറ്റി നമുക്കറിയില്ല. മുകളിൽ നിന്നും ഒരു ഓർഡർ വരുന്നവരെ ആരും ധൃതി കാണിക്കരുത് എന്നവരുടെ സീനിയർ പറഞ്ഞ കാര്യം കാഫ്കയ്ക്ക് ഓർമ്മ വരുന്നു. ശരി, എന്റെ കഴിവ് കാണിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന ഒരു കൈജുവിന്റെ ബോഡിയുടെ അടുത്തോട്ട് അവൻ പോകുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ വെറും കൈ ഉപയോഗിച്ച് അതിന്റെ ബോഡി അങ്ങ് കീറുവാണ്. ഈ സ്യൂട്ടിന് ഇത്രയധികം പവർ ഉണ്ടായിരുന്നോ? ഇതവർക്ക് ഒരുപാടുണ്ടാക്കി കുറച്ച് ക്ലീനിങ് സ്ക്വാഡിനും കൊടുത്തൂടെ? അവർക്ക് ഇത് നന്നായി ഉപകാരപ്പെടും എന്ന് പറഞ്ഞ കാഫ്ക മൊത്തത്തിൽ അതിന്റെ ബോഡി അങ്ങ് കീറി മുറിക്കുന്നു. ഇതിന്റെ സ്ട്രക്ചർ എല്ലാം കാണുമ്പോൾ ഒരു ഫംഗൽ ടൈപ്പ് കൈജുവിനെ പോലെയാണുള്ളത്. പക്ഷെ ഇതിന്റെ കോർ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. അതിവിടെയല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും എന്ന് പറഞ്ഞവൻ പുറകിലോട്ട് നോക്കുന്നു. ഓ, ഇവിടെയാണോ? ഹലോ വൈസ് ക്യാപ്റ്റൻ ഹോഷിന, അതിന്റെ കോർ ഞാൻ കണ്ടുപിടിച്ചു. അത് കഴുത്തിലാണുള്ളത്. പക്ഷെ ഇതിനെ മുൻപിൽ നിന്നും പുറകിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാടധികം ഹാർഡായിരിക്കും. സോ എല്ലാവരോടും സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറയൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹോജുക്കൾക്ക് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട്. അവരുടെ ശരീരത്തിന് പുറകിൽ വെള്ളക്കളറിൽ ഒരുപാട് മുഴകൾ കണ്ടോ? അതില്ലാതാക്കിയില്ലെങ്കിൽ അത് പുതിയ ഹോജുക്കളെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുവാണ് കാഫ്ക. ഹേ കാഫ്ക, ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചേ. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റു ഓഫീസേഴ്സിനോട് അവർ പറയുന്നു. കാഫ്ക, നീ ഇതിനു മുൻപ് ഈ ജോലി ചെയ്തുകൊണ്ടാ നിനക്കിതിനെ പറ്റി അറിയുന്നത്. പിന്നെ നീ ഉറക്കൊഴിച്ച് പഠിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല. താങ്ക് യു കാഫ്ക എന്ന് വൈസ് ക്യാപ്റ്റൻ പറയുന്നത് കേട്ട് ഇവന് അഭിമാനം തോന്നുന്നു. ശരി, എത്രയും പെട്ടെന്ന് താഴെ കിടക്കുന്ന എല്ലാത്തിന്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഞാൻ ഇല്ലാതാക്കിയേ പറ്റൂ. മീനയുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാഫ്ക. പെട്ടെന്നാണ് അവന്റെ പുറകിൽ വലിയ വെളിച്ചം കാണുന്നത്. എന്താടാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ആ വലിയ ഹഞ്ചു ഇവർ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിൽക്കുന്നു. സോ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഹെലികോപ്റ്ററും പിൻവാങ്ങുന്നു. ഡിഫൻസ് ഫോഴ്സ് എല്ലാവരും ഒരുമിച്ച് അതിന്റെ കാല് നോക്കി അറ്റാക്ക് ചെയ്യേ. അതിനി ഒരടി മുന്നോട്ട് പോകാൻ പാടില്ല. സോ അവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ മീന ഹാഷിറോ തന്റെ പ്ലാൻ പ്രകാരം ഒരു വലിയ മിഷൻ ഗണ്ണ് പോലെയുള്ള സ്നൈപ്പറും വെച്ച് ആ കൈജുവിനെ ടാർഗറ്റ് ചെയ്യുന്നു. ടാർഗറ്റ് സൈറ്റഡ്. കോറിയോലിസ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ടും തയ്യാറാണ്. ഇവിടെയൊന്നും വേറൊരു ടാർഗറ്റും ഇല്ല. ഫയർ ചെയ്യാനായിട്ട് ഒരു റൗണ്ട് തയ്യാറായി കഴിഞ്ഞു. ശരി, ഓൾ ക്ലിയർ, ഫയർ. ആരാ ഏറ്റവും നല്ല ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആവാന്ന് നമുക്ക് നോക്കാം എന്ന് പണ്ട് കാഫ്ക പറഞ്ഞത് അവൾ ആലോചിക്കുന്നു. കാഫ്ക, ഒരു ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ എങ്ങനെയായിരിക്കണമെന്ന് നീ കണ്ടു പഠിച്ചോ. സോ പിന്നെ നമ്മൾ കാണുന്നത് ഒരു യഥാർത്ഥ ക്യാപ്റ്റന്റെ പവർ ആണ്. അൺലിസ്റ്റഡ് കോമ്പാറ്റ് പവർ 96%. കാഫ്ക, നടക്കാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കാണാം. ഇത് കണ്ട് എല്ലാവരും അന്തം വിട്ടു നിൽക്കുന്നു. കണ്ടോ, നീ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ പവർ എന്താണെന്ന് മനസ്സിലായോ? പെട്ടെന്ന് തന്നെ മീന സെക്കൻഡ് റൗണ്ടും ഫയർ ചെയ്യുന്നു. അതിന്റെ ബോഡിയുടെ പകുതിയും ഇല്ലാതായി. അത് താഴെ വീഴുന്നു. ഫയർ ചെയ്യാനുള്ള തേർഡ് റൗണ്ട് റെഡി. സോ ആ കൈജുവിനെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അതിനെ താഴെ ഇട്ടിരിക്കുന്നു. ക്യാപ്റ്റൻ എന്ന സുമ്മാ വാ, ഫയർ ചെയ്യാനുള്ള ഫോർത്ത് റൗണ്ട് റെഡി എന്ന് പറയുവാണ് ക്യാപ്റ്റൻ മീന. ഹഞ്ചു ഓൾറെഡി ചത്തുപോയി. ഓർഡർ തരൂ. ശരി, ഫയർ. സോ ഇതൊക്കെ കണ്ട് കാഫ്ക കിളി പോയിട്ട് നിൽക്കുവാണ്. ടിവിയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണാൻ അടിപൊളി. ശരിക്കും മീന വളരെയധികം പവർഫുൾ ആണ്. ഇതേ സമയമാണ് അങ്ങോട്ട് വൈസ് ക്യാപ്റ്റൻ വരുന്നത്. കൂടെ നിൽക്കാനുള്ള ആഗ്രഹമൊക്കെ പോയോ? ഇത് കേട്ട് കാഫ്ക അവരെ തന്നെ നോക്കുന്നു. ക്യാപ്റ്റന്റെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ അത്രയും പവർഫുൾ ആയിരിക്കണം. ഓ, അപ്പൊ അതുപോലത്തെ ഒരു ശക്തി നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നുമില്ല. ദൂരത്തിലിരിക്കുന്ന എനിമിയെ ലോങ് റേഞ്ച് ഗണ്ണ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ശക്തി എന്റെ കയ്യിലില്ല. എന്നാൽ അത്യാവശ്യം ചെറുതും അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൈജുവും വന്നാ പിന്നെ അത് തിരിച്ചു പോവില്ല. വൈസ് ക്യാപ്റ്റൻ പുറകിലോട്ട് നോക്ക്. എന്ത് കട്ടാനയോ? എനിക്കത് കാണാൻ പോലും സാധിച്ചില്ലല്ലോ. മുറാമിച്ചി കാലഘട്ടത്തിൽ തന്നെ എന്റെ ഫാമിലി പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരേ ഒരു ജോലി അത് കൈജൂസിനെ ഇല്ലാതാക്കുന്നതാണ്. സോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ. ഞങ്ങളുടെ സ്റ്റൈലിന് പറ്റുന്ന രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള വെപ്പൺസ് ഞങ്ങൾക്ക് തരും.
എന്ന് പറയാണ് വൈസ് ക്യാപ്റ്റൻ. ഇതേ സമയമാണ് ഇവരില്ലാതാക്കിയ ആ വലിയ കൈജുവിന്റെ അകത്തു നിന്നും നേരത്തെ കണ്ടതുപോലുള്ള ചെറിയ ചെറിയ യോജോസ് വരുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. അത് വരുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഒരു ലോഡ് കൈജൂസ് അതാ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനകത്ത് നിന്നും ഇറങ്ങി വരുന്നു. ശരി, എല്ലാവരും പുറപ്പെടുക. ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനെയും കൊന്നിട്ട് സമാധാനമായി നമുക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം എന്ന് അവരോട് പറയാണ് വൈസ് ക്യാപ്റ്റൻ. എന്ത്, ഇതിനൊക്കെ കൊല്ലണോ? ഇതെന്താ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നേ എന്ന് ഇതുമോ ചോദിക്കുന്നു. എന്ത് പറ്റി? ഇതിനോടകം നിന്നെ ക്ഷീണിച്ചു പോയോ? ഓഫീസേഴ്സായ കുറച്ച് സ്റ്റാമിന വേണം. നിങ്ങളെന്താ കുട്ടികളാണോ എന്ന് ചോദിച്ച് അവരുടെ സീനിയേഴ്സ് അവരെ കളിയാക്കുന്നു. എല്ലാവരും തയ്യാറാവ്. കോമ്പാക്ട് പവറിനേക്കാൾ ഫൈറ്റ് എന്താണെന്ന് ഇവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പുറപ്പെടുന്നു. എന്നാൽ ഇത് കണ്ട് അവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പുതിയ റിക്രൂട്ട്സുകളെല്ലാം തന്നെ ഒരുപാടധികം ക്ഷീണിച്ചു കഴിഞ്ഞു. അവരുടെ എനർജി കുറഞ്ഞു വരുക എന്ന് പറയുവാണ് ആ ലേഡി. പാവം, ആദ്യത്തെ മിഷനിൽ തന്നെ ഇത്രയും വലിയ ഹാൻജു അല്ല അവരുടെ മുമ്പിലോട്ട് വന്നേ. പക്ഷേ ഈ മിഷൻ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന മിഷൻസും അവരെ കൊണ്ട് സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോമ്പാക്ട് പവർ 20-30 ഇടയിലായിരിക്കും. എന്നാൽ ചിലര് മാത്രമാണ് അവരുടെ മൊത്തം പവറിനെ യൂസ് ചെയ്ത് അവസാന ക്യാപ്റ്റൻ എന്ന പദവിയിലോട്ട് എത്തുന്നത്. എന്നോട് ചോദിച്ചാ ഈ ഗ്രൂപ്പില് കീഗുറുവിനാണ് അതിനുള്ള കഴിവും പവറും ഉള്ളതെന്ന് ഞാൻ പറയും. പക്ഷേ ഒരാൾ കൂടിയുണ്ട്, അവനാണ് റെനോ ഇച്ചിക്കാവ. ഇതേ സമയം റീനോനെ നമ്മൾ കാണുന്നു. ഒരു കൈജുവിനെ അവൻ സിമ്പിൾ ആയിട്ട് അടിച്ച് താഴെ ഇടുന്നു. ഇല്ല, 5 വർഷമായിട്ട് ഞാൻ ടെക്നിക്കൽ കോളേജിൽ ഒരുപാടധികം ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എന്ന ഇവനെ എന്താ എന്നെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തെ എന്ന് ചിന്തിക്കുകയാണ് ഫുറുഹാഷി. സോ തങ്ങളുടെ ഏരിയയിലുള്ള മുഴുവൻ കൈജൂസിനെ അവർ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവർ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു കൈജു ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുവാണ്. പെട്ടെന്നാണ് അവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നത്. എന്ത്, മോൺസ്റ്റേഴ്സ് സ്വീപ്പറോ? ക്ലീനിങ് ചെയ്യുന്നവന് ഇവിടെ എന്താ ജോലി? അലാറം അടിച്ചത് കേട്ടില്ലേ? ഫൈറ്റ് അവസാനിച്ചതിന് ശേഷം വന്ന് ക്ലീൻ ചെയ്. ഇതിനെ ഇല്ലാതാക്കിയോ? ഞാൻ ഇതിന്റെ അകത്ത് വെച്ചിരുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആരാ ഇല്ലാതാക്കിയേ? ഈ രഹസ്യം അവർക്ക് എങ്ങനെയാ അറിയുന്നേ? അങ്ങനെയാണെങ്കിൽ കൈജൂസിനെ പറ്റി നന്നായി അറിയുന്ന ആരോ ഡിഫൻസ് ഫോഴ്സിലുണ്ട്. അവനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ച അയാൾ ഇവനെ നോക്കുവാണ്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം മനുഷ്യനായി മാറിയ ആ കൈജു ആയിരുന്നു. അത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഷിനോമിയെ വരെ അത് അടിച്ച് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് റീനോയും ഫുറുഹാഷിയുമാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.